നമസ്കാരം. ഇന്ന് നമ്മൾ ആനി ബസന്റിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യ വയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആര്? ആനി ബസന്റ്. ന്യൂ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ആനി ബസന്റ്. ആരുടെ പ്രസിദ്ധീകരണമായിരുന്നു കോമൺവീൽ? ആനി ബസന്റിൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു കോമൺവീൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത? 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. 1916 സെപ്റ്റംബറിൽ അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റാണ്. വാരാണസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത്? ആനി ബസന്റ്. 1898 വാരാണസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത? ആനി ബസന്റ്. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ആനി ബസന്റ്. വേക്കപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും ആനി ബസന്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വനിത? ആനി ബസന്റ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ജർമ്മനിക്കെതിരെ ഇംഗ്ലണ്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണ് എന്ന് പറഞ്ഞതും ആനി ബസന്റാണ്. 1917 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അറസ്റ്റിലായ ഈ വനിതയുടെ വിമോചനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇടപെട്ടു. ആരാണ് ആ വനിത? ആനി ബസന്റ്. ആനി ബസന്റിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇടപെട്ടത്. 1915 രൂപം കൊണ്ട ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആദ്യ പ്രസിഡൻ്റായതും ആനി ബസന്റാണ്. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആനി ബസന്റ്. ചാൾസ് നോൾട്ടൺ എഴുതിയ ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം റീപ്രിൻ്റ് ചെയ്തതിന് ഇംഗ്ലണ്ടിൽ ചാൾസ് ബ്രാഡ്ലോഫിനൊപ്പം വിചാരണ നേരിട്ട മഹത് വനിത? ആനി ബസന്റ്. കഴിഞ്ഞ ജന്മത്തിൽ ഹിന്ദുവായിരുന്നു എന്ന് അവകാശപ്പെടുകയും ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് ഹിന്ദുമതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്ത ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.